ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ഒരു കഥ സിലിട്ടുമാസ്. മൈ ഡിയർ സ്വത്തുക്കുട്ടികളെ, ഇന്നൊരു അടിപൊളി കൊറിയൻ ആക്ഷൻ കോമഡിയാണ് നമ്മൾ കാണാൻ പോകുന്നത്. തന്റെ അമ്മയുടെ ഓപ്പറേഷന് വേണ്ടി പണം സമ്പാദിക്കാൻ പാടുപെടുന്ന നമ്മുടെ നായകൻ, അവൻ യാത്ര ചെയ്യേണ്ടി വരുന്ന പല വഴികള്, പലതരം കുഴപ്പങ്ങള് വളരെ രസകരമായിട്ട് അവതരിപ്പിച്ച സിനിമയാണ് 2018 റിലീസ് ചെയ്ത സ്നാച്ചപ്പ്. എന്നാ പിന്നെ സിനിമയുടെ കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന നമ്മുടെ പുതിയ കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. നമുക്കിപ്പോ ഈ കഥയിലേക്ക് കടക്കാം. ഈ സിനിമയുടെ തുടക്കത്തിൽ ആശുപത്രി കിടക്കുന്ന അമ്മയുടെ അരികെ കിടക്കുന്ന ഇയാളാണ് നമ്മുടെ കഥയിലെ നായകൻ. ജീവിതം കോഞ്ഞാട്ടയായ അവസ്ഥയാണ് നമ്മുടെ ഹീറോയുടേത്. കയ്യിൽ പണവുമില്ല, നല്ല ജോലിയുമില്ല, എഴുതിയ സിവിൽ എക്സാം എല്ലാം ഫെയിലിയർ ആവുകയും ചെയ്തു. ഇനിയിപ്പോൾ എന്ത് ചെയ്യുന്ന ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് നഴ്സ് വന്നിട്ട് പറയാ, നാളേക്കുള്ളിൽ പണം കിട്ടിയാൽ മാത്രമേ അമ്മയുടെ ഓപ്പറേഷൻ നടക്കുള്ളൂ, അല്ലെങ്കിൽ അമ്മയുടെ ജീവന് ആപത്താണ്. ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ അവൻ ജോലി ചെയ്യുന്ന കടയിലേക്ക് വരുന്നു. എക്സ്പയറി ആയ സാധനങ്ങളാണ് ആളിപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഓണർ ചോദിക്കും, ഈ എക്സ്പയറി ആയതൊക്കെ നീയാണോടാ തിന്ന് തീർക്കണേന്ന്. പിന്നെ ഇതുപോലെ വസ്ത്രം ധരിച്ചിട്ടല്ല ജോലിക്ക് വരേണ്ടത്, പോയി യൂണിഫോം ധരിക്കുന്ന അയാൾ പറയും. സിവിൽ എക്സാമിന് ഒരുപാട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ എല്ലാ തവണയും ഫെയിലിയർ ആയിപ്പോയി. ഇനിയിപ്പോൾ എഴുതാനും അവസരങ്ങളൊന്നുമില്ല. അവസാനം കണ്ടുകിട്ടിയൊരു മാർഗ്ഗമാണ് തന്റെ കിഡ്നി വിൽക്കുക എന്നുള്ളത്. അതിന് റേറ്റും പറഞ്ഞു 10 മില്യൺ വോൺ. ഇവന്റെ അപ്പാർട്ട്മെന്റ് ലേഡി തന്നെ അത് വിൽക്കാൻ അവനെ സഹായിക്കാന്ന് പറയും. 10 മില്യൺ വോൺ ആണ് അതിന് തുകയായിട്ട് കൊടുക്കേണ്ടത്. എന്നാൽ ആ ലേഡി 2 മില്യൺ വോൺ ഇവൻ കുറച്ചു കാലമായിട്ട് വാടക അടയ്ക്കാത്തതുകൊണ്ട് അതെടുത്തിട്ട് ബാക്കിയേ കൊടുക്കുള്ളൂ. നിന്റെ അവസ്ഥ എനിക്ക് മനസ്സിലാവുന്നുണ്ട്, പക്ഷെ ഞങ്ങൾക്കും ഞങ്ങളുടേതായ ബുദ്ധിമുട്ടില്ലേ എന്നാ പെണ്ണ് പറയും. ഇപ്പൊ നമ്മുടെ ചെറുക്കനാണെങ്കിൽ 2 മില്യന്റെ കുറവുണ്ട്. ഈ സമയത്താണ് മറ്റൊരു കഥാപാത്രത്തെ കാണിക്കുന്നത്. ഒരു പോലീസുകാരൻ. ആള് ഭയങ്കര ചൂടനാണ്, വലിയ ചൂത് കളിക്കാരനുമാണ്. ഇപ്രാവശ്യം ചൂത് കളിച്ച് കയ്യിലുണ്ടായിരുന്ന പണമെല്ലാം നഷ്ടപ്പെടുത്തി. ഇനിയും കളിക്കണമെങ്കിൽ പണം വെച്ചിട്ട് താൻ ഇവിടെ ഇരുന്നാ മതി എന്ന് പറയും ക്ലബ് ഓണർ. ഇവൻ ദേഷ്യപ്പെട്ട് ക്ലബ് ഓണറുടെ കോളറിനെ കുത്തിപ്പിടിക്കുന്നുണ്ട്. പുള്ളിക്കാരൻ പറയും, ഇവിടുത്തെ റൂളല്ലേ, അത് താൻ ഫോളോ ചെയ്യണ്ടേ, പണം വെച്ചിട്ട് നീ കളിച്ചോ. അപ്പൊ ആ പോലീസുകാരൻ, ഒരു 40 മില്യൺ എനിക്ക് തായോ, ഞാൻ തിരിച്ചുതരാന്ന് പറയും. അതിന് ആ ക്ലബ് ഓണർ, എന്ത് വിശ്വസിച്ചിട്ട് നിനക്ക് പണം തരും, നിന്റെ കയ്യിൽ സ്വന്തമായിട്ടൊന്നുമില്ല, ഡിപ്പാർട്ട്മെന്റ് തന്ന കാറും വീടും മാത്രമേ ഉള്ളൂ, പിന്നെ ഭാര്യ ഉണ്ടായിരുന്നു, അതും തന്നെ വിട്ടുപോയില്ലേ, പിന്നെ എന്താ എനിക്ക് തരാനുള്ളത്. ഉടനെ അവൻ ചാടി എഴുന്നേറ്റ് അവന്റെ തോക്കെടുത്ത് ഇവർക്ക് നേരെ നീട്ടിയിട്ട് പറയും, ഈ തോക്ക് വെച്ച് ഒരു കളിയും കൂടി കളിക്കാം. എല്ലാ പണം എടുത്ത് നിരത്ത്, ഈ തോക്കും ആ പണവുമാണ്, ഇതിനതിനും മാത്രം വിലയുണ്ട്, ഒരു റൗണ്ട് കൂടെ കളിക്കാന്ന് പറഞ്ഞ് പോലീസുകാരൻ കളിക്കും. പക്ഷെ അതിലും അവൻ തോറ്റു. ക്ലബ് ഓണർ പറയും, നീ പണം തന്നിട്ട് തോക്ക് വാങ്ങിച്ചിട്ട് പോയിക്കോ, തോക്ക് ഞങ്ങൾക്ക് ആവശ്യമില്ല. അങ്ങനെ പോലീസുകാരന്റെ അവസ്ഥ അത്. ഈ സമയത്ത് ഹീറോയ്ക്ക് 2 മില്യൺ കൂടി വേണ്ടേ, അതുകൊണ്ട് അവൻ മറ്റൊരു ചൂത് കളിക്കുന്ന, ജാക്ക്പോട്ട് കളിക്കുന്ന സ്ഥലത്തേക്ക് വരും. അവിടുത്തെ പ്രൈസ് എത്രയാന്ന് ചോദിക്കുമ്പോൾ 2.5 മില്യൺ വോൺ ആണ്. അങ്ങനെ അവൻ അകത്ത് കയറി കളിക്കാൻ തുടങ്ങും. ആദ്യമൊക്കെ ഫെയിലിയറായി കുറച്ച് പണം പോയി. അപ്പോഴാണ് അടുത്തിരിക്കുന്ന ആൾ ടിപ്പ് പറയുക, സ്ക്രീനിൽ ചില മീനുകൾ വരുമ്പോൾ മാത്രമേ കളിക്കാൻ പാടുള്ളൂ, എന്നാലേ സ്റ്റേജ് മാറി താൻ ജയിക്കുള്ളൂ. അങ്ങനെ അത് പറഞ്ഞ പോലെ തന്നെ ഇവൻ കളിക്കുന്നു. ഇവൻ ഓരോ സ്റ്റേജും ജയിച്ച് പോവുകയാണ്. ആരും പ്രതീക്ഷിച്ചില്ലാതെ അവസാനം നോക്കുമ്പോൾ 2.5 മില്യൺ പണം അവൻ അടിച്ചു. ജാക്ക്പോട്ട് അവന് കിട്ടി. സന്തോഷത്തോടെ അവൻ തുള്ളിച്ചാടിയിട്ട്, അമ്മയ്ക്ക് വേണ്ട പണം ഞാൻ റെഡിയാക്കി എന്ന് പറയുമ്പോഴാണ് ഈ ക്ലബിന്റെ ഓണർ ചിരിച്ചോണ്ട്, നിനക്ക് 2.5 മില്യൺ കിട്ടിയല്ലടാ എന്ന് പറയുന്നു. ആ ക്ലബ് ഓണർ മറ്റാരുമല്ല, ഇവൻ PSCക്ക് പഠിക്കാൻ വേണ്ടി ഉള്ള സമയത്ത് പണം കടം വാങ്ങിച്ചിരുന്ന മനുഷ്യനാണത്. എന്നിട്ട് ഹീറോ മുങ്ങി നടക്കായിരുന്നു. അവൻ ആ പണവും കൊടുക്കില്ല, ഹീറോയെ പിടിച്ച് തല്ലി ബാത്റൂമിൽ ഇട്ട് ചവിട്ടി കൂട്ടിയിട്ട് ഹീറോ അമ്മയുടെ സർജറിക്ക് വേണ്ടി വെച്ചിരുന്ന ബാക്കി പണം കൂടി അവനെടുക്കും. ഇവൻ എത്ര കാലി വീണ് കെഞ്ചി പറഞ്ഞിട്ടും അയാൾ അതിന് സമ്മതിക്കുന്നില്ല. ഇതാണ് പ്രിൻസിപ്പൽ അമൗണ്ട്, ബാക്കിയുള്ള ഡ്യൂ നാളെ തന്നെ നീ തരണം, അല്ലെങ്കിൽ അമ്മയുടെ കൂടെ നിന്നെ ഞാൻ പറഞ്ഞുവിടും. അവിടെ നിന്ന് കട്ട് ചെയ്ത പോലീസുകാരന്റെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ, ഇയാൾ ദേഷ്യക്കാരനായതുകൊണ്ട് തന്നെ ഇതിനു മുമ്പേ തോക്കുകൊണ്ട് ആരെയൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്, അനാവശ്യമായിട്ട് ഷൂട്ട് ചെയ്തു. അതിന്റെ പേരിൽ പോലീസുകാരന്റെ സീനിയർ ഓഫീസർ അവന് സസ്പെൻഷൻ കൊടുക്കുകയും ചെയ്യും, അവന്റെ തോക്ക് തന്നിട്ട് പോകാനും പറയും. അപ്പൊ പോലീസുകാരനാണെങ്കിൽ, ഞാൻ ഇന്ന് തോക്ക് എടുത്തിട്ടില്ല, വീട്ടിൽ തന്നെ മറന്നു വെച്ചു എന്നാണ് പറയുക. നീയൊക്കെ ഒരു പോലീസാണോടാ, എത്രയും പെട്ടെന്ന്, ഇനി ഒരു സെക്കൻഡ് പോലും വൈകിക്കാൻ പാടില്ല, വീട്ടിൽ ചെന്ന് ആ തോക്ക് എടുത്തോണ്ട് വാന്ന് പറഞ്ഞിട്ട് കൂടെ തന്നെ വേറൊരു പോലീസുകാരനെയും പറഞ്ഞു വിടുന്നുണ്ട്. പക്ഷെ അയാൾ വരുന്നത് നമ്മുടെ പോലീസിന് ഇഷ്ടാവുന്നില്ല. ഒരുപാട് സീനിയറും അല്ലേ നമ്മുടെ ആള്. അവൻ ആ പാവം ചെറുക്കനെ തല്ലാനും നോക്കുന്നുണ്ട്. കൂടുതൽ ദേഷ്യം വരുമ്പോൾ സ്വന്തം കാറിന്റെ 2 കണ്ണാടി ചവിട്ടി പൊട്ടിക്കും. ഇപ്പൊ കാണിച്ചാലടാ, ഞാൻ കൊല്ലൂടാ തിന്നൂടാന്ന് പറഞ്ഞിട്ട്. ദേഷ്യം തണുത്ത് കഴിയുമ്പോഴാണ്, ഇനി ആ ഗ്ലാസ് ഇല്ലാതെ വണ്ടി ഓടിക്കാൻ പറ്റില്ലല്ലോ. തന്റെ അവസ്ഥ കടിച്ചു പിടിച്ചിട്ട് അവനൊരു സെല്ലോ ടേപ്പും കൊണ്ട് 2 സൈഡ് മിററും ഒട്ടിച്ച് പിടിപ്പിക്കുകയാണ്. ഈ സമയം അടിയൊക്കെ വാങ്ങിയ നമ്മുടെ ഹീറോ കടയിലേക്ക് തിരിച്ചു വന്നിട്ട് കട ഓണറോട്, സർ എനിക്ക് കുറച്ച് അഡ്വാൻസ് വേണം, 1 വർഷത്തെ പണം അഡ്വാൻസ് ആയിട്ട് വേണമെന്ന് പറയും. ഇത് കേട്ട് കടക്കാരൻ ഷോക്കായി, നിനക്ക് പ്രാന്താണോടാ, എന്ത് വിശ്വസിച്ച് നിനക്ക് പണം തരും, അത് 1 വർഷം, ഇറങ്ങിപ്പോടാ ചെറുക്കാന്ന് പറയുമ്പോൾ ഹീറോ ദേഷ്യപ്പെട്ട് ഫ്രിഡ്ജ് തുറന്ന് ഒരു ബിയർ എടുത്തിട്ട് ഒന്നും മിണ്ടാതെ ഇറങ്ങിപ്പോ. പണം താടാന്ന് പറഞ്ഞ് കട ഓണർ ചോദിക്കുമ്പോൾ ഇവൻ ഒച്ചയിട്ട് പറയാണ്, എന്റെ കയ്യിൽ പണം ഇല്ലടാ,
പെറ്റുമെങ്കിൽ എടുത്തോ, ഞാൻ ഇനി തന്റെ കടയിൽ പണിക്കും വരുന്നില്ല, പോടാ തെണ്ടിന്നും പറഞ്ഞിട്ട് അവൻ വീട്ടിലേക്ക് തിരിച്ചു പോവാണ്. ഈ സമയം പോലീസുകാരൻ മറ്റേ ക്ലബ് ഓണറുടെ ഓഫീസിലേക്ക് വന്ന് എന്റെ തോക്ക് തിരിച്ചു വേണം, ഡിപ്പാർട്ട്മെന്റിൽ കുഴപ്പമാണെന്ന് പറയും. പക്ഷെ അയാളുണ്ടോ കൊടുക്കുന്നു, പണം തരാതെ ഞാൻ എങ്ങനെ തിരിച്ചു തരും സാർ, എല്ലാം ഒരു ബിസിനസ് അല്ലേ. സോ പണം എങ്ങനെയെങ്കിലും ഉണ്ടാക്കാൻ വേണ്ടി പോലീസുകാരൻ തിരിച്ചു പോവാണ്. ഈ സമയത്താണ് മറ്റൊരു കഥാപാത്രം. ഇയാൾ അവിടുത്തെ പൊളിറ്റീഷ്യനാണ്. അസിസ്റ്റന്റ് വരുമ്പോൾ പോൾ റിസൾട്ട് എന്തായെന്ന് ചോദിക്കും. ആ പൊളിറ്റീഷ്യൻ പകുതി പോലും കിട്ടിയിട്ടില്ല എന്നാണ് അസിസ്റ്റന്റ് പറയുക. അങ്ങനെ വോട്ട് കൂട്ടണമെങ്കിൽ കുറച്ചധികം പണം ചെലവാകും, എന്നാലേ ജയിക്കാൻ പറ്റുള്ളൂ. ചില ഇല്ലീഗൽ ക്യാമ്പയിൻ നടത്തണം, എന്നാൽ മാത്രമേ ജയിക്കാൻ പറ്റുള്ളൂ. അപ്പൊ പൊളിറ്റീഷ്യൻ പറയും, എന്ത് ചെയ്തിട്ടാണേലും വേണ്ടില്ല, ഇപ്രാവശ്യം ഞാൻ തന്നെ ജയിക്കണം, നീ ആ ക്ലബ് ഓണറെ വിളിച്ചു വരുത്ത്, അവന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങിക്കാം, നമ്മൾ കാരണല്ലേ അവൻ വളർന്നത് എന്നും പറഞ്ഞിട്ട് നമ്മൾ നേരത്തെ കണ്ട ക്ലബ് ഓണറല്ലേ അയാളെ ഈ പൊളിറ്റീഷ്യൻ വിളിച്ചു വരുത്തും. എന്നിട്ട് ക്യാമ്പയിന് കുറച്ചധികം പണച്ചെലവുണ്ട്, അതെല്ലാം നീയാണ് ഏൽക്കണ്ടേന്ന് പറയുമ്പോൾ പുള്ളിക്കാരൻ പറയും, എന്റെ ബിസിനസ് ഇത്തിരി ടൈറ്റ് ആണ് സാറെന്ന്. അതിനാ പൊളിറ്റീഷ്യൻ, എനിക്ക് മനുഷ്യന്മാരെക്കാട്ടിലും പട്ടികളോടാണ് ഇഷ്ടം കൂടുതൽ. കാരണം ഞാൻ പറയുന്നത് അക്ഷരം പ്രതി അതനുസരിക്കും, തിരിച്ചൊന്നും വേണ്ടില്ല. നിന്നേക്ക് ഈ നിലയിലാക്കിയിട്ട് നീ എന്നെ എതിർത്ത് വർത്താനം പറയുന്നോടാന്ന് പറഞ്ഞ് പൊളിറ്റീഷ്യൻ ഒരു പാത്രം പച്ചല സൂപ്പ് അവന്റെ മോന്തയിലേക്കും തലയിലേക്കും ഒഴിക്കുകയാണ്. അവൻ ഞാൻ എത്രയും പെട്ടെന്ന് പണം റെഡിയാക്കാം സാറെന്ന് പറഞ്ഞിട്ട് തിരിച്ച് തന്റെ ക്ലബിലേക്ക് വന്ന് അയാൾക്ക് വേണ്ട പണമൊക്കെ എടുത്തു വയ്ക്കും. അപ്പൊ അയാൾ പിറുപിറുക്കുന്നുണ്ട്, എത്ര കാലം ഞാൻ ഇവന്റെ അടിമയായിട്ട് കഴിയണമെന്ന്. ഇതേ ലോക്കറിനകത്താണ് പോലീസുകാരന്റെ ഗണ്ണുള്ളത്. ഇനിയും ആ പൊളിറ്റീഷ്യന്റെ അടിമയായി അവൻ പറയുന്നത് കേൾക്കണോ, അവനെ തീർത്ത് കളയാം എന്നുള്ള തീരുമാനം എടുത്തിട്ട് ക്ലബ് ഓണർ ഒരു മേസ്തിരി പണിക്കാരനെ വിളിക്കും. പുള്ളിക്കാരൻ റിപ്പോർട്ടിംഗ് സാറെന്ന് പറയുമ്പോൾ, നിനക്കൊരു ജോലിയുണ്ട്, അതിന് വേണ്ട ടൂള് ഞാൻ നിനക്ക് അയക്കാം, കാര്യം ക്ലീൻ ആയിട്ട് തീർക്കണം എന്ന് പറയും. പുള്ളി പ്രൊഫഷണലാന്ന് തോന്നുന്നുണ്ട്. ഗ്ലൗസ് ഒക്കെ അഴിച്ചു മാറ്റിയിട്ട് പോകാൻ വേണ്ടി റെഡിയാവും. അപ്പൊ ആ വീട്ടിലെ അമ്മച്ചി, മതിലിന്റെ പണി ഇനിയും തീർന്നില്ലടോ, താൻ എങ്ങോട്ടാ പോകണമെന്ന് ചോദിക്കുമ്പോൾ അയാൾ സ്റ്റൈലായിട്ട്, എനിക്കിപ്പോൾ തന്നെ പോകേണ്ടതുണ്ട്, മറ്റൊരു ജോലിയിൽ പ്രവേശിക്കണം എന്നും പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി വരും. വീട്ടിൽ വന്ന് കത്തിയേറ് പ്രാക്ടീസ് ചെയ്യാണ്, കുറച്ചു കാലമായിട്ട് ചെയ്തിട്ടില്ല. അപ്പൊ സിയോളിനെ നോക്കി എറിയുമ്പോൾ പാരീസിലായിരിക്കും പോയി കൊള്ളുന്നത്. തനിക്ക് പ്രായമായിട്ടുണ്ട്, എന്തായാലും കുറച്ചുകൂടെ പ്രാക്ടീസ് ചെയ്യാന്ന് പറഞ്ഞിട്ട് പുള്ളി പ്രാക്ടീസ് ചെയ്യാണ്. ഈ നേരം നമ്മൾ നേരത്തെ കണ്ട ആ ചെറിയ ക്ലബ് ഓണറല്ലേ, അയാൾ വലിയ ക്ലബ് ഓണറുടെ അടുത്തേക്ക് വരുന്നു. സംഭവം വലിയ ക്ലബ് ഓണറുടെ ജോലിക്കാരനാണ് ഇവനും. ഇയാളുടെ പേരിലാണ് ഒരുപാട് ക്ലബ്ബുകൾ ഉള്ളത്. കാശൊക്കെ കളക്ട് ചെയ്തോടാ എന്ന് ചോദിക്കുമ്പോൾ ആ ചെറിയ ക്ലബ്ബുകാരൻ പറയും, സർ നാളെ ആവുള്ളൂ എന്ന്. അയാളെ വലിച്ചിട്ട് ചവിട്ടിയിട്ട്, പണം തരാനുള്ളവരെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് ഞാൻ നിന്നെ പഠിപ്പിക്കണോടാ, നിനക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കണോ, എഴുന്നേക്ക് നാറി, ഇനി മേലി നീ ഒരു കാര്യം വൈകിപ്പിക്കരുത്, ആദ്യം ഇത് പറയുന്ന സ്ഥലത്ത് കൊണ്ടുപോയി ഡെലിവറി ചെയ്യ് എന്ന് പറഞ്ഞിട്ട് ഒരു ബോക്സ് ഈ ചെറിയ ക്ലബ്ബുകാരന് ഓണർ കൊടുക്കുന്നുണ്ട്. ചെറിയ ക്ലബ്ബുകാരനാണെങ്കിൽ ഇടിയും വാങ്ങിച്ച് ഈ തെണ്ടിക്ക് വേണ്ടി ഞാൻ ഇനി ഡെലിവറി പണി നടത്തണമെന്ന് പറഞ്ഞ് പിറുപിറുത്തോണ്ട് റോട്ടിയിരിക്കുകയാണ്. ആ സമയത്താണ് ശരിക്കുള്ള ഒരു ഡെലിവറി ചെറുക്കം വരുന്നത്. അവനെടാ ഇങ്ങോട്ട് വാടാ, ഇത് നീ എനിക്ക് വേണ്ടി ഡെലിവറി ചെയ്യണമെന്ന് പറയുമ്പോൾ, ശാന്തഹൃദയമുള്ളവർ ഈ ലോകം കീഴടക്കും എന്ന് പറഞ്ഞ പോലെ, സാർ അങ്ങനെയൊന്നും ഡെലിവറി ചെയ്യാൻ പറ്റില്ല, അതിന്റെ പ്രൊസീജിയർ ഇങ്ങനെയാണ്, ഈ കാർഡിലേക്ക് വിളിച്ചു പറയൂ, എന്നിട്ട് ഒരു പിക്കപ്പിനുള്ള റിക്വസ്റ്റ് കൊടുക്കണം, അതാണ് രീതി. ഇയാൾ ഞാൻ എന്റെ എല്ലാ റിക്വസ്റ്റും നിന്നെ തന്നെ തീർക്കും, പറയുന്ന അനുസരിച്ചിട്ടില്ലെങ്കിൽ നീ ഇനി ഇവിടുന്ന് അനങ്ങില്ല, നിന്നെ ഇവിടെ തന്നെ വെട്ടിക്കൂട്ടി ഞാൻ കുഴിച്ചു മൂടും, വേണ്ട പണം എത്രയെന്ന് പറയടാ, എന്നിട്ട് വാങ്ങിച്ചിട്ട് പോടാന്ന് പറയുമ്പോൾ ആ ഡെലിവറിക്കാരൻ പേടിച്ചിട്ട് 5000 ഓണാണെന്ന് പറയും. ഇവൻ അഡ്രസ്സും എഴുതി ആ പണവും കൊടുത്ത് ഇയാളെ പറഞ്ഞു വിടാണ്. അങ്ങനെ ഡെലിവറിക്കാരൻ ആ ബോക്സും മറ്റു പാഴ്സലൊക്കെ ആയിട്ട് പോകാൻ നേരത്താണ്, എന്റെ ഞണ്ട് എവിടെയാടാ, എപ്പോഴാടാ ഡെലിവറി ചെയ്യാന്നും പറഞ്ഞ് ഒരു അമ്മച്ചി വിളിക്കുന്നു. ഞാൻ കൊണ്ടുവരുന്നുണ്ട്, പേടിക്കാതെ, വൈകാതെ എത്തും എന്ന് ഇയാൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ഹീറോ ബീറോ അടിച്ച് ബോധമില്ലാതെ റോട്ടിൽ കൂടെ ക്രോസ് ചെയ്ത് പോകുക. ഈ ഡെലിവറിക്കാരൻ ഇടിക്കേണ്ടതായിരുന്നു, ഭാഗ്യത്തിന് ബ്രേക്ക് അടിച്ചു. ചാവണമെങ്കിൽ വീട്ടിൽ ചെന്ന് ഒറ്റയ്ക്ക് ചാവടത്തേണ്ടി, ഞങ്ങളെയും കൊല്ലാതെ എന്ന് പറഞ്ഞ് ഇയാൾ പെറുപെറുത്തിട്ട് ഞണ്ടമ്മയ്ക്ക് ഞണ്ട് കൊണ്ടുപോയി ഡെലിവറി ചെയ്യും. ഇത് ക്യാഷ് ഓൺ ഡെലിവറി ആണ്, 3000 വോൺ വേണമെന്ന് ചോദിക്കുമ്പോൾ ആ അമ്മച്ചി പറയാം, ഞാൻ ഓൾറെഡി പണം അടച്ചു എന്ന്. ഇല്ല അമ്മച്ചി, കിട്ടിയിട്ടില്ല, അതുകൊണ്ട് ഈ പാഴ്സൽ തരാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അയാൾ തിരിച്ചു വാങ്ങിക്കുമ്പോൾ ആ അമ്മച്ചി മണ്ടയ്ക്ക് ഒരു അടിയും കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ദേഷ്യപ്പെട്ട് ആ ഞണ്ടും അതിന്റെ നാറിയ വെള്ളവും അവന്റെ മണ്ടയെ കൂടെ തന്നെ ഒഴിക്കും. എന്താ ഒരുത്തന്റെ അവസ്ഥ, അവൻ എന്ത് പാപ ചെയ്ത്, രാവിലെ മുതൽ പോകുന്നവനും വരുന്നവനും എല്ലാം ഈ മണി അടിക്കുന്നുണ്ട്. സങ്കടം സഹിച്ചു പിടിച്ച് അടുത്ത ഡെലിവറിക്ക് പോവാണ് അണ്ണൻ. ഒരു കുട്ടി, അമ്മ അയാൾ തീട്ടം പോലെ നാറുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. വേറെ വഴിയില്ല, അവൻ ഡെലിവറി പാക്കറ്റും കൊണ്ട് പോകുന്നു. ഈ നേരം നമ്മുടെ ജോൺ വിക്ക് പല വെപ്പൺസും കൊണ്ട് ഭയങ്കര പ്രാക്ടീസിലാണ്. പറന്നടിക്കല്, വളഞ്ഞടിക്കല്, കണ്ടാലേ അറിയാം പണി പാളോന്ന്. അയാൾ നമ്മുടെ ഹീറോയുടെ അടുത്ത വീട്ടിൽ താമസിക്കുന്നത് നെയ്ബറാണ്. പുള്ളിക്കാരൻ ഇറങ്ങി പോകാൻ നേരത്താണ് ഹീറോ വീട്ടിലേക്ക് വരുന്നത്. 9 തവണ എങ്ങാണ്ട് ഹീറോ സിവിൽ എക്സാം എഴുതിയിട്ടുണ്ട്, എല്ലാത്തിലും ഫെയിലിയറായി. ജോലിയില്ല, കൂലിയില്ല, പണവുമില്ല. ഇപ്പം അമ്മയ്ക്ക് ഓപ്പറേഷന് പോലും പണം അടയ്ക്കാൻ പറ്റുന്നില്ല. എന്നോട് ക്ഷമിക്കമ്മേ, ഇങ്ങനെ കഴിവില്ലാത്തൊരു മകനായി നിങ്ങളുടെ വയറ്റിൽ ജനിച്ചതിന് മാപ്പ്, എന്നോട് ക്ഷമിക്ക്, ഇനി എനിക്ക് ജീവിക്കാൻ അർഹതയില്ലെന്നും പറഞ്ഞിട്ട് ഇവൻ സ്വന്തം ടൈ വാളി കുരുക്കി തലയിലും കുരുക്കി തൂങ്ങി മരിക്കാൻ തീരുമാനിക്കും. എന്നിട്ടാണ് തൂങ്ങിക്കഴിഞ്ഞു. പക്ഷെ എന്ത് ചെയ്യാനാ, ആ ടൈ പോലും സെക്കൻഡ് ഹാൻഡാന്ന് തോന്നുന്നുണ്ട്. ആ സാധനം സ്റ്റഡി ആയിട്ട് നിൽക്കാതെ വലിഞ്ഞു നീണ്ട് ഇവൻ ഊർന്ന് താഴെ ഇറങ്ങിപ്പോയി. അപ്പോഴാണ് ഡെലിവറിക്കാരൻ ഡെലിവറിയുമായിട്ട് നമ്മുടെ കില്ലറുടെ ജോൺ വിക്കിന്റെ വീട്ടിലേക്ക് വരുന്നത്. അവിടെ ആളില്ല. ആ നേരം ജോൺ വിക്ക് കടയിൽ ചെന്ന് എന്തോ ഓർഡർ ചെയ്ത്
വാങ്ങുമായിരിക്കും. എന്നിട്ട് ഈ കടക്കാരൻ അറിയാതെ 2 സിപ്പപ്പ് അടിച്ചു മാറ്റാൻ നോക്കുന്നുണ്ട്. പക്ഷെ കടക്കാരൻ തിരിഞ്ഞിട്ട് താൻ എല്ലാ സമയത്തും ഇങ്ങനെ ചെയ്യാറുണ്ടല്ലോ, എന്തിനാണത്, എന്താ കുഴപ്പമെന്ന് ചോദിക്കും. സോ എല്ലാ സമയത്തും ഇയാൾ അടിച്ചു മാറ്റാൻ നോക്കുന്നുണ്ട്, എല്ലാം എപ്പോഴും കുടുങ്ങുന്നുമുണ്ട്. അണ്ണൻ സ്റ്റൈലായി സോറി എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോകും. ഈ നേരം ഡെലിവറി ചെക്കൻ ആ വീട്ടിൽ ആരുമില്ലല്ലോ, അതുകൊണ്ട് അതിന്റെ തൊട്ടടുത്ത വീടായ ഹീറോയുടെ കതക് മുട്ടും. ഹീറോ ആണെങ്കിൽ മരിക്കാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ്. ഇവൻ തുരുതുരാ മുട്ടുമ്പോൾ വേറെ വഴിയില്ലാതെ ഹീറോ ചെന്ന് ഡോറ് തുറക്കുകയാണ്. അപ്പോൾ ആ ഡെലിവറിക്കാരൻ പറയും, സാർ എനിക്ക് വേണ്ടി ഇത് അടുത്ത വീട്ടിലെ ആൾക്ക് കൊടുക്കുമോ, അവിടെ ആളില്ല. അതിന് ഹീറോ പറയും, ഇല്ല എനിക്ക് കഴിയില്ല, എനിക്ക് വേറെ ചില പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അയാൾ ചോദിക്കും, എന്താ കുഴപ്പം, താങ്കൾക്ക് എന്നെ സഹായിക്കാൻ പറ്റില്ലേ? ഹീറോ കരഞ്ഞിട്ട്, ഞാൻ ചാകാൻ പോവാടാ, എനിക്കിപ്പോൾ സഹായിക്കാൻ പറ്റില്ല, ഇറങ്ങി പൊക്കോന്ന് പറഞ്ഞ് ഡോർ അടയ്ക്കുകയാണ്. പക്ഷേ ഹീറോ ചാവാൻ പോവുകയാണ് എന്ന് പറഞ്ഞത് തന്നെ ഒഴിവാക്കാൻ പറഞ്ഞതാണെന്നാണ് ഡെലിവറിക്കാരൻ വിചാരിക്കുക. അയാൾക്ക് മുഖത്ത് നോക്കി പറ്റില്ല എന്ന് പറഞ്ഞുകൂടായിരുന്നു, എന്തിന് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നു. പുള്ളി വീണ്ടും തിരിച്ചു വന്ന് കതവി മുട്ടിയിട്ട് പറയും, സാർ എനിക്ക് ഒരു ദിവസം 1000 വോണിൽ താഴെ ശമ്പളമുള്ളൂ. ഞാൻ വീണ്ടും വണ്ടി ഓടിച്ചിങ്ങോട്ട് വരികയാണെങ്കിൽ ആ പണം ഡീസലിന് തന്നെ പോകും. ഒരു ദിവസം 100ഓളം പാക്കേജുകൾ ഞാൻ ഡെലിവറി ചെയ്യുന്നുണ്ട്. എനിക്ക് സാലറി ഇല്ല, സാലറി കട്ടാവും, എന്റെ അവസ്ഥ വളരെ മോശമാണ് സാർ എന്ന് പറയുമ്പോൾ തൊല്ല താങ്ങാൻ പറ്റാതെ ശരിയടാ തൊലയടാന്നും പറഞ്ഞ് ഹീറോ അത് വാങ്ങിച്ചു വെക്കും. ഈ വൃത്തികെട്ട ജോലിയിൽ നിന്ന് എങ്ങനെയെങ്കിലും പുറത്തു പോകണമെന്നും പറഞ്ഞ് പ്രാഗിയിട്ടാണ് ഡെലിവറിക്കാരൻ ഇറങ്ങിപ്പോവുക. പോകാൻ നേരം കില്ലർ വലിച്ച സിഗരറ്റ് താഴത്തേക്ക് വലിച്ചെറിയുന്നുണ്ട്. അതും ശരീരത്തെ ഏറ്റു വാങ്ങിയിട്ടാണ് അവൻ പോവുക. ഈ സമയത്താണ് ഹീറോ ആ ഡെലിവറി പെട്ടി തുറന്നു നോക്കുമ്പോൾ അതിനകത്ത് തോക്ക് കാണാം. അതേ നേരത്ത് ജോൺ വിക്ക് മുറിയിൽ വന്ന് തോക്ക് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ള ട്രെയിനിങ് എടുക്കുകയായിരിക്കും TV-യിൽ സിനിമ കണ്ടിട്ട്. കറക്റ്റ് സിനിമയിൽ പൊട്ടുന്ന സമയത്ത് തന്നെ ഒരു ശരിക്കുള്ള തോക്കിന്റെ വെടിയൊച്ചയും കേൾക്കുന്നുണ്ട്. എന്താ പറ്റിയെന്ന് പുള്ളിക്ക് മനസ്സിലായില്ല. സംഭവം നമ്മുടെ ഹീറോ മുറിയിന്ന് ആ തോക്കൊന്ന് പൊട്ടിച്ച് നോക്കിയതായിരുന്നു. അത് പൊട്ടി. സത്യം, എന്റെ ദൈവമേ, ഇത് ഒറിജിനലായിരുന്നോ, ഞാനിപ്പോ ചത്തേനെ എന്നവൻ പറയും. എന്നിട്ട് ഇന്ന് ഞാൻ ചാവാൻ പാടില്ല, എനിക്ക് ജോലികൾ ബാക്കിയുണ്ടെന്നും പറഞ്ഞ് അവൻ റെഡി ആവാണ്. ഡ്രസ്സൊക്കെ മാറി തോക്കെടുത്ത് ആദ്യമേ ഹൗസ് ഓണർ ലേഡിക്ക് നേരെ ചൂണ്ടിക്കാണിച്ചിട്ട്, നിന്നെ കൊല്ലുവടി, എന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച 2000 വോൺ തിരിച്ചതാ, അല്ലെങ്കിൽ നിന്നെ കൊല്ലുവടി എന്ന് പറയുമ്പോൾ ഹൗസ് ഓണർ ലേഡി, നീ കളിത്തോക്കും കാണിച്ചിട്ട് എന്നെ പേടിപ്പിക്കാൻ നോക്കുന്നോടാന്ന് പറഞ്ഞ് അതേ തോക്ക് വാങ്ങിച്ച് തിരിച്ചു പിടിച്ച് അവനെ തല്ലാണ്. വേറെ വഴിയില്ലാതെ ആ പെണ്ണിനെയും തള്ളിവിട്ട് ഹീറോ അവിടെ നിന്ന് ഓടിപ്പോവും. ഈ സമയത്ത് പോലീസുകാരന് തിരിച്ച് പണം കൊടുത്താലല്ലേ ഗണ്ണ് കിട്ടുള്ളൂ. അതിനെന്താണ് വഴി എന്ന് ആലോചിക്കുമ്പോൾ എവിഡൻസ് ആയിട്ട് പിടിച്ചു വെച്ചിരിക്കുന്ന ഡ്രഗ്സ് ഇല്ലേ, അത് വിറ്റ് കഴിഞ്ഞാൽ ഇവന് പണം കിട്ടും. സോ ആരും അറിയാതെ ഡ്രഗിന്റെ ഒരു പാക്കറ്റും എടുത്തിട്ട് ഇവനൊരു കളിത്തോക്ക് കടയിൽ ചെന്ന് ഇവൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന അതേപോലത്തെ ഒരു തോക്ക് വാങ്ങിക്കും. അത് കളിത്തോക്കാണ്. അതിൽ നിന്ന് വരിക ചെറിയ പെല്ലറ്റ്സുകളാണ്, എയർഗണ്ണ് പോലെ. കാണാനാണെങ്കിൽ ഒറിജിനൽ തോക്ക് പോലെ ഉണ്ടാവും. ഇത് വാങ്ങിച്ചിട്ട് അയാൾ തിരിച്ചു പോകുന്ന സമയത്താണ് വിപരീതനായ ഒരു മനുഷ്യനെ കാണുന്നത്, നമ്മുടെ ഹീറോനെ. ഹീറോ എന്താ ഇങ്ങനെ നിൽക്കണമെന്ന് പുള്ളിക്കാരന് മനസ്സിലായില്ല. രണ്ടുപേരും പോകുന്ന ഒരേ ഭാഗത്തേക്കാണ്. സംഭവം ഹീറോ ആ നേരത്തെ കളിച്ച ക്ലബിലേക്കാണ് വരുന്നത്. അവൻ്റെ ഇന്ന് പണം തട്ടിയെടുത്ത ആ ചെറിയ ക്ലബ്ബുകാരനില്ലേ, അയാളുടെ കയ്യിൽ നിന്ന് പണം തിരിച്ചു വാങ്ങിക്കാൻ ഇവൻ മെല്ലെ വന്ന് തോക്ക് പുറത്തേക്ക് എടുക്കാൻ നിൽക്കുമ്പോഴാണ് പോലീസുകാരൻ പുറകിലൂടെ വരുന്നത്. പോലീസുകാരനെ കണ്ട ഉടനെ, ഡിറ്റക്റ്റീവ് ചോയ്, നിങ്ങൾ എന്താ ഇവിടെ എന്ന് ചോദിക്കും ക്ലബ്ബുകാരൻ. അപ്പൊ തന്റെ പുറകി വന്ന് നിൽക്കുന്ന പോലീസുകാരനാണെന്ന് മനസ്സിലാക്കിയ ഹീറോ പേടിച്ച് അതേ ക്ലബ്ബിലെ ബാത്റൂമിലേക്ക് ഓടും. ഹീറോ ആണെങ്കിൽ ഞാൻ ചോദിച്ച ആളെവിടെയാടാന്ന് പറഞ്ഞ് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരുത്തന്റെ അടുത്ത് വരുന്നുണ്ട്. എന്നിട്ട് അവനെയും പിടിച്ച് വലിച്ചെടുത്തുകൊണ്ട് ബാത്റൂമിലേക്ക് പോയിട്ട്, നീ ഇപ്പം ആരുടെ കൂടെയാണ് ഡ്രഗ് ഡീൽ നടത്തണമെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും, ഞാൻ ആ തൊഴിൽ നിർത്തി സാർ, ഇപ്പൊ ചെയ്യുന്നില്ല എന്ന്. എന്നാൽ അവന്റെ ഷർട്ട് മാറ്റി നോക്കുമ്പോഴാണ് 3-4 സിറിഞ്ച് കാണാം. ഹീറോ അതിലൊരു സിറിഞ്ച് എടുത്ത് തന്റെ കൈ വലിഞ്ഞു കീറി, ഇപ്പൊ നീ എന്നെ അറ്റാക്ക് ചെയ്തു എന്ന കാരണം പറഞ്ഞ് എനിക്ക് നിന്നെ കൊല്ലാം, എളുപ്പത്തിൽ ഊരിപ്പോവുകയും ചെയ്യാം, ഞാൻ അങ്ങനെ ചെയ്യട്ടെ എന്ന് പറഞ്ഞ് ഹീറോ അവനെ പേടിപ്പിക്കുമ്പോൾ അവൻ പേടിച്ചിട്ട്, ഞാൻ എല്ലാം പറയാം, ആർക്കാണ് ഡ്രഗ് വിൽക്കുന്നത് എന്നുള്ള കാര്യം പറയാം, ഇപ്പൊ തന്നെ വിളിക്കാന്ന് പറഞ്ഞ് അവൻ ഫോൺ എടുത്ത് വിളിക്കും. ഇന്ന് വൈകുന്നേരം ഒരു സപ്ലയറെ ഞാൻ പറഞ്ഞു വിടാന്ന് പറയും. അങ്ങനെ അവരൊരു സ്പോട്ടും ഫിക്സ് ചെയ്യുന്നുണ്ട്. ഈ സമയത്താണ് ബാത്റൂം ഡോർ തനിയെ തുറന്നു വരുന്നത്. നമ്മുടെ ഹീറോയുടെ കയ്യിലൊരു ഗണ്ണുണ്ട്. അവൻ ആ ഗണ്ണ് ചൂണ്ടി നിൽക്കുമ്പോൾ, നീ ആരാടാന്ന് ചോദിച്ചിട്ട് പോലീസുകാരൻ തിരിച്ചു ചൂണ്ടും. എന്തെന്നെ ഗണ്ണ് കയ്യിലുണ്ടെങ്കിലും ഹീറോയുടെ മനസ്സ് പേടിച്ചിരിക്കല്ലേ, അവൻ 2 കൈ മുകളിലേക്ക് പൊക്കും. അപ്പൊ പോലീസുകാരൻ വിചാരിക്കുക ഹീറോയുടെ കയ്യിലുള്ള ഗണ്ണ് കളിത്തോക്കാണെന്നാണ്. നീ ഈ കളിത്തോക്കും വെച്ച് ഈ ക്ലബ്ബ് കൊള്ളയടിക്കാൻ വന്നാണോടാ? ചെള്ളു ചേർക്ക, ഇപ്പൊ ഞാൻ വേറൊരു ജോലിയിലാണ്, മൂഡിലാണ്, അതുകൊണ്ട് മാത്രം ഞാൻ നിന്നെ വെറുതെ വിടുന്നു എന്ന് പറഞ്ഞിട്ട് പോലീസുകാരൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോവും. അപ്പൊ ഹീറോ ആണെങ്കിൽ അവനും ഇത് കളിത്തോക്കാണെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. ഞാനിതെങ്ങനെ ആൾക്കാരെ പറഞ്ഞ് മനസ്സിലാക്കിക്കും. അവൻ പേടിച്ച് മൂത്രം ഒഴിച്ചിട്ട് ഫ്ലഷ് ചെയ്യാൻ വേണ്ടി ചരടി പിടിച്ച് വലിക്കുമ്പോൾ അവിടുത്തെ ഭിത്തി ടേണായി ഉള്ളിലേക്കൊരു ടണൽ കാണാം. ഇവൻ മെല്ലെ ആ ടണലിനകത്തൂടെ പോയി നോക്കുകയാണ്. സംഭവം അതിനകത്താണ് ഈ ക്ലബ് ഓണറുടെ സേഫ് ലോക്കർ ഉള്ളത്, രഹസ്യമുറിയുള്ളത്. അവിടെയാണ് പണമൊക്കെ അയാൾ വെച്ചിരിക്കുന്നത്. ഇത് മനസ്സിലാക്കിയ ഹീറോ മുഖത്തൊരു തുണിയും ചുറ്റിയിട്ട് തോക്കെടുത്തോണ്ട് അയാളുടെ മുന്നിലേക്ക് ചാടി വീണ് ആ പണമെല്ലാം
ബാഗിനകത്താക്കടാന്ന് പറയും. അയാളും പേടിച്ച് പണം എല്ലാം എടുത്ത് ഒരു സ്പോർട്സ് ബാഗിനകത്താക്കുന്നുണ്ട്. അവിടെ തന്നെ നിന്നോ, അനങ്ങിപ്പോകരുതെന്നും പറഞ്ഞ് അയാളുടെ കയ്യും കെട്ടി ഹീറോ ഡോറും ലോക്ക് ചെയ്തിട്ട് അവിടുന്ന് ഇറങ്ങി ഓടാൻ നിൽക്കുമ്പോഴാണ് മറ്റേ പൊളിറ്റീഷ്യന്റെ അസിസ്റ്റന്റ് അങ്ങോട്ട് വരുന്നത്. ഒരു സെക്കൻഡ് ഇവൻ പേടിച്ച് തരിച്ച് നിൽക്കുവാണ്. പക്ഷെ അയാളാണെങ്കിൽ ഇവൻ ഏതാന്ന് പോലും അറിയാത്തതുകൊണ്ട് വഴി മാറിക്കൊടുക്കും. ഹീറോ മെല്ലെ ഊർന്ന് അവിടുന്ന് എസ്കേപ്പായി ഓടാണ്. അത് കഴിഞ്ഞ് അസിസ്റ്റന്റ് അകത്തേക്ക് വരുമ്പോൾ ഈ ക്ലബ്ബുകാരനെ ചെയറിൽ മറ്റവൻ കെട്ടിവെച്ചിട്ടുണ്ട്. അവനതൊന്നും നോക്കുന്നില്ല. ഒരു മഴ എടുത്തുകൊണ്ട് വന്ന് പണം എവിടെയാടാന്ന് ചോദിക്കുമ്പോൾ ക്ലബ്ബുകാരൻ പറയും, സാർ കുറച്ച് സമയം വേണം, ഞാൻ പണം ഏർപ്പാടാക്കാം, നിങ്ങൾ പോയിട്ട് നാളെ വരൂ, തീർച്ചയായിട്ടും ഞാൻ പണം റെഡിയാക്കി വെക്കാന്ന് പറയും. ഇയാൾ ദേഷ്യപ്പെട്ട് ആ മഴ കൊണ്ട് ടേബിളിലേക്ക് ആഞ്ഞു കൊത്തിയിട്ട് പറയും, നാളെ ഞാൻ വന്നിട്ട് വെറും കൈയോടെ തിരിച്ചു പോവില്ല, ഒന്നുകിൽ നിന്റെ കൈ എടുത്തോണ്ട് പോകും അല്ലെങ്കിൽ പണം എടുത്തോണ്ട് പോകും എന്നും പറഞ്ഞ് അയാൾ മിരട്ടിയിട്ട് ഇറങ്ങി പോവാണ്. അത് കഴിഞ്ഞാണ് മറ്റേ ചെറുമുടിയൻ ചെറിയ ക്ലബ്ബുകാരൻ വരുന്നത്. അയാളോട് ഓണർ പറയും, പണമെല്ലാം നഷ്ടപ്പെട്ടു, ആരാ കൊണ്ടുപോയെന്ന് കണ്ടുപിടിക്കും, പണം നമ്മുടെ കയ്യിൽ നിന്ന് പോയിന്ന് കൗൺസിലർ അറിഞ്ഞാൽ പിന്നെ അവനും നമ്മളെ കൊന്നുകളയും, പക്ഷെ അതിന് അനുവദിക്കരുത്, ആരാണ് ആദ്യം ചാവണേ നോക്കാം, നീ ആ പാക്കേജ് ഡെലിവറി ചെയ്തോന്ന് ചോദിക്കുമ്പോൾ അവൻ അതേന്ന് പറയുന്നുണ്ട്. എന്നാൽ ആ സമയത്താണ് നമ്മുടെ ജോൺ വിക്ക് വിളിച്ചിട്ട് പാക്കേജ് ഇനിയും കിട്ടിയില്ല എന്ന് പറയാം. നീ പാക്കേജ് കൊടുത്തില്ലേടാ എന്ന് ഓണർ ചോദിക്കുമ്പോൾ ചെറിയാൾ പറയും, ഞാൻ കൊടുത്തല്ലോ, കൊറിയറായിട്ട് അയച്ചിട്ടുണ്ടെന്ന് പറയും. ഈ സമയത്ത് ജോൺ വിക്ക്, കുഴപ്പമില്ല, പാക്കേജ് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, എൻ്റെ കയ്യിൽ മറ്റൊരു ടൂളുണ്ട്, ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്നത്, അത് തന്നെ ഇപ്രാവശ്യം ഉപയോഗിക്കാന്ന് പറയും. അത് കഴിയുമ്പോൾ ക്ലബ്ബുകാരൻ പണിക്കാരന്റെ മൂട്ടിനിട്ട് നല്ല പട കൊടുത്തിട്ട്, അവൻ എവിടെയാണെങ്കിലും കണ്ടുപിടിച്ചോ, ആ ഡെലിവറി നീ നടത്തിയിട്ടില്ലെങ്കിൽ കാണിച്ചരാടാന്നും പറഞ്ഞിട്ട് ഇയാളെ കൊത്തിവെച്ച മഴ എടുക്കാൻ നോക്കുന്നുണ്ട്. സത്യം പറഞ്ഞ അത് ഊരിയെടുക്കാൻ നോക്കുകയാണ്. എന്നാൽ ജോലിക്കാരൻ വിചാരിക്കുക അവനെ കൊല്ലാൻ പോവാണെന്ന്. അവൻ കരഞ്ഞിട്ട്, സാർ ഇപ്പം എന്നെ വെറുതെ ഒരു അവസരം കൂടി തരൂ, ഞാൻ എങ്ങനെയെങ്കിലും ആ പാക്കേജ് ഡെലിവറി ചെയ്യാം, എന്നെ കൊല്ലല്ലേ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് കെഞ്ചാണ്. ഇയാളാണെങ്കിൽ കുറെ നേരം മഴ വലിച്ചു നോക്കിയിട്ട് കിട്ടണമില്ല, അത് വിട്ടുകളയും. അത് കഴിയുമ്പോൾ ഈ അടിക്കാരൻ, ആ ഡെലിവറി ഓഫീസ് അയാൾക്ക് അറിയാലോ, അതുകൊണ്ട് നേരെ ഡെലിവറി ഓഫീസിൽ പോയിട്ട് ആ ചെറുക്കൻ എവിടെയാടിന്ന് ചോദിക്കും. ആ പെൺകുട്ടിയാണെങ്കിൽ പേടിച്ച്, എനിക്കറിയാൻ പാടില്ല, അവൻ ഇന്ന് ജോലിയിൽ നിന്ന് പോയി, ക്വിറ്റ് ചെയ്ത് പോയി, ഇനി തിരിച്ചു വരുമെന്ന് എനിക്കറിയില്ല, അവനെ കണ്ടുപിടിച്ചെന്നില്ലെങ്കിൽ ഞാൻ കൊല്ലോടിയെന്ന് പറഞ്ഞ് അവൻ മിരട്ടുമ്പോൾ പാവം പെണ്ണ്, ഞാനൊന്ന് ബാത്റൂമിൽ പോട്ടെ എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ നോക്കുകയാണ്. നിക്കടി അവിടെ എന്ന് പറയുമ്പോൾ അവൾ കരഞ്ഞിട്ട്, ഞാൻ തന്നോട് എന്ത് പാപം ചെയ്ത്, എന്നോട് എന്തിനാ താനിങ്ങനെ ചൂടാവണേ എന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ അടിക്കാരൻ പറയും, എന്നാ പിന്നെ അവന്റെ അഡ്രസ് എങ്കിലും താന്നു. ഈ നേരത്ത് ജോൺ വിക്ക് ഒരു ചന്ദനത്തിരിയൊക്കെ കത്തിച്ചു വെച്ച് പരദൈവങ്ങളെ പ്രാർത്ഥിച്ച് തയ്യാറാവുകയാണ്, കരഞ്ഞ് തയ്യാറാവുകയാണ് പുള്ളി. ഇതെങ്കിലും നല്ലോണം നടക്കണേ എന്ന് പറഞ്ഞിട്ടായിരിക്കും. അപ്പൊ ഹീറോ ഉണ്ട് തന്റെ മുറിയിലേക്ക് വന്ന് ഈ പണമെല്ലാം കുട്ടിവെച്ച് എന്താ ചെയ്യേണ്ടതെന്നറിയാതിരിക്കുകയായിരിക്കും. അപ്പോഴാണ് കില്ലർക്ക് ഒരു കാര്യം ഓർമ്മ വരിക. ക്ലബ്ബുകാരൻ പറഞ്ഞനുസരിച്ച് ഡെലിവറിയുമായിട്ട് ഒരു ഡെലിവറിക്കാരൻ വന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ തോക്ക് പൊട്ടുന്ന ശബ്ദവും ഇയാൾ കേട്ടിരുന്നു. അങ്ങനെയാണെങ്കിൽ അടുത്ത വീട്ടിലെ ആളുടെ കയ്യിൽ ഈ പാക്കേജ് കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിച്ചിട്ട് അയാൾ ഹീറോയുടെ വീട്ടിലേക്ക് വരുന്നുണ്ട്. ഈ നേരം ഹീറോ ആ തോക്ക് പെട്ടി പഴയതുപോലെ തന്നെ അടുക്കി വെക്കുകയായിരിക്കും. കില്ലർ കതക് തുറക്കാൻ വേണ്ടി കത്തി ചുഴറ്റിയെടുക്കുമ്പോഴാണ് നമ്മുടെ ഹൗസ് ഓണർ ലേഡി ആ വഴി വരുന്നത്. മിസ്റ്റർ പാർക്ക്, നിങ്ങൾ അവിടെ എന്താ ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ വീണ കത്തി മറയ്ക്കാൻ വേണ്ടി ഇയാൾ നിലത്തന്നെ കടന്നിട്ട്, എന്റെ കാലൊളിക്കുക, മറ്റൊന്നുമില്ല, റെഡി ആയാൽ ഞാൻ എഴുന്നേറ്റ് പോവാന്ന് പറയും. എന്റെ സഹായം വേണം, എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഒരു കുഴപ്പമില്ല, ഞാനത് വളച്ച് തിരിച്ച് റെഡിയാക്കിക്കൊണ്ടിരിക്കുക, നിങ്ങൾ പൊക്കോന്ന് പറയും പുള്ളി. ഈ സമയത്ത് ബാഗും തൂക്കി ഇറങ്ങാൻ നേരമാണ് ഹീറോ വീടിന് വെളിയിൽ ഒരാളെ നിൽക്കുന്ന കാണുന്നത്. അയാൾ ഹീറോയുടെ ലോക്ക് അൺലോക്ക് ചെയ്തു കഴിഞ്ഞു. ഈ നേരം നമ്മുടെ ഡെലിവറിക്കാരൻ പാവം ചെറുക്കൻ എല്ലാ തൊല്ലയും തൊയ്രും അനുഭവിച്ചിട്ട് ഒരു നേരം ആഹാര സമാധാനത്തോടെ കഴിക്കാന്ന് പറഞ്ഞ് പാഴ്സൽ തുറക്കുമ്പോഴാണ് അടിക്കാരൻ വന്ന പാഴ്സലിൽ തന്നെ അവന്റെ മോന്ത പിടിച്ച് കുത്തി അമർത്തുന്നത് പാവം. ഈ നേരം വീടിനകത്ത്, ഹീറോയുടെ വീടിനകത്ത് കയറിയ കില്ലർ വീടിന് ചുറ്റും പരിശോധിക്കുകയാണ്, ആളെ കാണാനില്ല. ഹീറോ ആണെങ്കിൽ പൈപ്പിൽ പിടിച്ച് തൂങ്ങി ഒരു ഭാഗത്ത് മറിഞ്ഞിരിക്കുകയായിരിക്കും. ഇവിടെ കില്ലർ പരിശോധിച്ച് ഒരു വലിയ ബാഗ് കണ്ടുകിട്ടി. അതിനകത്ത് എന്താണെന്ന് പുള്ളിക്ക് അറിയില്ല. പുള്ളി അത് തപ്പി നോക്കാൻ നിൽക്കുമ്പോഴാണ് അയാളുടെ ശ്രദ്ധ മാറ്റാൻ വേണ്ടി ഹീറോ ഒരു കോയിനകത്തേക്ക് വലിച്ചെറിയുന്നു. ഇയാൾ ഉടനെ ചാടി ഫ്രണ്ട് ഡോറിന്റെ അടുത്തേക്ക് വരും. അവിടെ ആരുമില്ല. പക്ഷെ അവിടെ ഈ പെട്ടി, പാഴ്സൽ പെട്ടിയിരിക്കുന്ന ഇയാൾ കണ്ടു. തുറന്നു നോക്കുമ്പോൾ അകത്ത് ഗണ്ണുണ്ട്. തനിക്ക് വേണ്ടത് കിട്ടിയല്ലോ. സോ അയാൾ ഇറങ്ങിപ്പോകും, വേറൊന്നും നോക്കില്ല. അപ്പോഴാണ് താഴെ ഡെലിവറിക്കാരൻ ഈ അടിക്കാരനെയും വിളിച്ചുകൊണ്ട് വരുന്നത്. ഇതാണ് വീടെന്നും പറഞ്ഞ് കാണിക്കാൻ വേണ്ടി. അങ്ങനെ കറക്റ്റ് അടിക്കാരനും ഡെലിവറിക്കാരനും ഹീറോയുടെ വീട്ടിലേക്ക് വന്ന് കോളിംഗ് ബെൽ അടിക്കുമ്പോൾ വീണ്ടും ഹീറോ മെല്ലെ ചെന്ന് നോക്കും. കുഴപ്പം പിടിച്ച രണ്ടാൾക്കാരാണ്. അവൻ ഓടിപ്പോയി വീണ്ടും ഒളിക്കുകയാണ്. ഇവരാണെങ്കിൽ കതക് പൊട്ടിച്ച് തുറക്കാൻ നോക്കുമ്പോഴേക്കും അത് ഓൾറെഡി തുറന്ന് കിടക്കുന്നു. നമ്മുടെ ആൾ ഒളിച്ചിരിക്കുകയാണ്. ഇവന്മാര് തപ്പി നോക്കുമ്പോൾ ആരെയും കാണുന്നില്ല. ഇവർക്കും ആ പാഴ്സൽ പെട്ടി കിട്ടി. പക്ഷെ അതിനകത്ത് തോക്കില്ല. എവിടെടാ തോക്ക്, നീ എന്താടാ കാണിച്ചെന്നും പറഞ്ഞ് അടിക്കാരൻ അവന്റെ ദേഷ്യം മുഴുവൻ പാവൻ ഡെലിവറി ചെറുക്കന്റെ മേത്ത് തീർക്കാണ്. അടിച്ചടിച്ച് അവന്റെ ബോധം നഷ്ടപ്പെട്ടു പോയി. അവനെ താഴെ തന്നെ ഇട്ട് അടിക്കാരൻ വീണ്ടും വീട് മൊത്തം സെർച്ച് ചെയ്യുമ്പോൾ അയാൾക്ക് ഈ വലിയ ബാഗ് കിട്ടും. അതിനകത്തുണ്ടായിരുന്ന പണവും കണ്ടു കിട്ടും. ഇതെങ്ങനെയാണ് ഇത്ര പണം ഇവിടെ വന്നതെന്നും പറഞ്ഞ് അയാൾ നോക്കി നിൽക്കുമ്പോഴാണ്
ഇരിക്കുമ്പോഴാണ് ഡെലിവറി ചെറുക്കൻ കാലത്ത് മുതലേ എത്രയോ വേദനകൾ സഹിച്ച് ഈ പ്രാന്തന്റെ അടിയും താങ്ങി അവസാനം സഹികെട്ട് കയ്യിലൊരു ബാറ്റ് എടുത്തിട്ട് അടിക്കാരന്റെ മണ്ടക്കിട്ടൊന്ന് കൊടുക്കും. അവൻ ബോധം കെട്ട് താഴെ വീഴുമ്പോൾ വീണ്ടും ആ ബാറ്റ് വെച്ച് ചാവട നാറി എന്ന് പറഞ്ഞ് മണ്ടയ്ക്ക് തന്നെ ഇട്ട് അടി കൊടുക്കുകയാണ്. അടിച്ചടിച്ച് ചതച്ചു. എന്നിട്ട് ഈ പണം കാണുമ്പോൾ ആ ബാഗോട് കൂടി പണം എടുത്തിട്ട് ഇവൻ അങ്ങ് ഇറങ്ങി പൊക്കളെ അവിടെ നിന്ന്. ഹീറോ ഇതെല്ലാം കാണുന്നുണ്ട്. ഇറങ്ങി വന്ന് ഹീറോ ആ ബാറ്റ് എടുത്ത് ഈ പണം എടുത്തോണ്ട് പോകുന്ന ഡെലിവറിക്കാരന്റെ പുറകെ ഓടിച്ചെല്ലും. ഡെലിവറിക്കാരനാണെങ്കിൽ ഇപ്പൊ ഒരു പാലത്തിന്റെ മുകളിൽ കൂടെ നടന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഹീറോയും പുറകെ ചെല്ലുന്നുണ്ട്. അതേ സമയത്ത് പാലത്തിനടിയിൽ ഒരു ഡ്രഗ് ഡീലറെ നമ്മുടെ പോലീസുകാരൻ മീറ്റ് ചെയ്യുന്നു. നീ ആരാടാ പുതിയ ആളെന്ന് അവർ ചോദിക്കുമ്പോൾ പോലീസ് പറയും, ഞാനിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ, നിങ്ങളുടെ ഫ്രണ്ടും ഞാനും കൂട്ടുകാരനാണ്, അവനാണ് എന്നെ ശുപാർശ ചെയ്ത്. സാധനം എവിടെയെന്നും പറഞ്ഞ് ഇവരതെടുത്ത് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. ഒറിജിനലാണ്. പണം കൈമാറാൻ നേരത്താണ് ദൂരേന്ന് അയ്യോ എന്നുള്ള വിളിയിൽ ആരോ വെള്ളത്തിൽ ചടന്ന ശബ്ദം കേൾക്കും. എന്താന്ന് മനസ്സിലായില്ല. എന്തെങ്കിലും ആവട്ടെ എന്ന് പറഞ്ഞ് ഇവർ തിരിയുമ്പോൾ പോലീസുകാരന്റെ അരയിൽ തോക്കിരിക്കുന്നവർ കാണും. ഇത് ട്രാപ്പാടാ, നമ്മളെ പിടിക്കാൻ നോക്കുന്നതാണ്, ഇയാള് പോലീസാണെന്നും പറഞ്ഞ് അവർ കയ്യിലുള്ള ആയുധങ്ങൾ എടുക്കുകയാണ്. എന്നാ പോലീസുകാരന്റെ കയ്യിലുള്ളത് കളിത്തോക്കല്ലേ, അതുകൊണ്ട് ഇവന്മാരെ ഷൂട്ട് ചെയ്യാനും പറ്റില്ല. എല്ലാം കൂടി ഒരുമിച്ച് അറ്റാക്ക് ചെയ്യാൻ വന്ന പണിയായി. അവസാനം 18ാമത്തെ അടവ് എത്തുവിടാതെ തന്നെ ഹീറോ ആ തോക്ക് കാണിച്ചിട്ട് 2 കൈയും വിരിച്ചു പിടിച്ച് പറയും, ഇന്നേക്ക് ഞാൻ നിങ്ങളെ വെറുതെ വിടുന്നു, ജീവനം കൊണ്ട് ഓടി രക്ഷപ്പെട്ടോ, വെറുതെ എന്നെ കൊണ്ട് ആൾക്കാരെ കൊല്ലിക്കണ്ട, പൊക്കോ എന്ന് പറയുമ്പോൾ ഡ്രഗ് ഡീലർമാർ പേടിച്ചിട്ട് അവിടെ നിന്ന് ഓടിപ്പോവാണ്. അപ്പോഴാണ് വെള്ളത്തിൽ കിടന്നിട്ട് ഒരാൾ എന്നെ ആരെങ്കിലും സഹായിക്കണേ എന്ന് പറഞ്ഞ് നിലവിളിക്കുന്നത് പോലീസുകാരൻ കാണും. സംഭവം ഒരു 30 മിനിറ്റിന് മുന്നേ, അതായത് ഇവർ ഡ്രഗ് ഡീലിംഗ് താഴെ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയം മോളില് ഡെലിവറിക്കാരൻ ഞാൻ ഒരാളെ കൊന്നു, ഇനി എനിക്ക് ജീവിതമില്ല എന്ന് പറഞ്ഞിട്ട് ആ ബാഗും തൂക്കി വെള്ളത്തിലേക്ക് എടുത്ത് ചാടാൻ നിൽക്കുകയാണ്. ചാവാൻ എന്തിനാണ് പുള്ളി ബാഗ് തൂക്കിയിട്ട് ചാടാൻ നിൽക്കണമെന്ന് എനിക്ക് മനസ്സിലായില്ല. എന്തായാലും പുള്ളി അങ്ങനെ ചാടാൻ നിൽക്കുമ്പോൾ ഹീറോ ഓടി വന്നിട്ട് പറയും, എടോ ദയവ് ഇത് ചാടല്ലേ, ഇതെല്ലാം എന്റെ തെറ്റാണ്, ഞാൻ കാരണമല്ല ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ഇത് കണ്ടോ, നീ ഉപയോഗിച്ച വെപ്പണാണ്, അതിലിപ്പോ മൊത്തം എന്റെ കൈ അടയാളങ്ങൾ മാത്രമേ ഉള്ളൂ. ഞാൻ പറയുന്ന കേക്ക്, താൻ എനിക്ക് ആ ബാഗ് തായോ, താൻ ചെയ്ത കുറ്റകൃത്യം ഞാൻ എന്റേതാണെന്ന് പറഞ്ഞ് ഏറ്റുവാങ്ങിക്കാം, തനിക്ക് ജയിലിൽ പോകേണ്ട ആവശ്യമില്ല, താൻ പറയുന്ന കേക്ക്, ഞാൻ പറയുന്ന കേക്ക്, ആ പണം എനിക്ക് അവകാശപ്പെട്ടാണ്, ദയവേത് തിരിച്ചു വായോ, തനിക്ക് ഒന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞ് ഹീറോ സമാധാനിപ്പിച്ച് അവനെ വിളിക്കുമ്പോൾ അയാളും ശരി തിരിച്ചിറങ്ങാന്ന് പറഞ്ഞ് തിരിഞ്ഞു നിൽക്കുന്നുണ്ട്. എന്നാൽ കാല് സ്ലിപ്പായിട്ട് ആള് പ്രതീക്ഷിക്കാതെ വെള്ളത്തിലേക്ക് വീഴും. ഇപ്പൊ ആ പണമാണ് നമ്മുടെ പോലീസുകാരന്റെ കയ്യിൽ കിട്ടിയിരിക്കുന്നത്. മറ്റാള് ബോധം കെട്ട് കിടക്കുകയാണ്. സോ ഈ ബാഗും തൂക്കി പോലീസുകാരൻ സന്തോഷത്തോടെ തന്റെ കാറും എടുത്ത് പോകുമ്പോൾ ഈ ഡെലിവറിക്കാരൻ അന്വേഷിച്ച് എതിരെ വന്ന ഹീറോ പോലീസുകാരൻ ബാഗ് എടുത്തുകൊണ്ട് പോകുന്നു കാണും. ഇവനും പുറകെ വെച്ച് പിടിക്കുന്നുണ്ട്. പോലീസുകാരൻ നേരെ പോകുന്നത് ആ ക്ലബിലേക്കാണ്. ക്ലബിനകത്ത് ചെന്ന് ഈ ബാഗ് ക്ലബ് ഓണർക്ക് കൊടുത്തിട്ട് അവൻ എന്റെ ഗണ്ണ് തിരിച്ചു താടാ, നിനക്ക് ഞാൻ തരാനുള്ളതിനെക്കാട്ടിലും കൂടുതൽ പണം ഇതിനകത്തുണ്ടെന്ന് പറയും. അയാൾ ഷോക്കായിട്ട് നിൽക്കുകയാണ്. ഇതെന്റെ പണം തന്നെയല്ലേ, എന്തായാലും പണം കിട്ടിയല്ലോ എന്നും പറഞ്ഞ് അയാൾ നിൽക്കുമ്പോൾ ഇവിടെ എന്റെ പണം താടാന്ന് പറഞ്ഞ് ക്ലബിനകത്തേക്ക് വന്ന് നമ്മുടെ ഹീറോ ഭ്രാന്ത് കയറി അവിടെയുള്ള സാധനങ്ങളൊക്കെ അടിച്ച് തകർക്കാൻ തുടങ്ങും. ആ സമയത്താണ് അകത്ത് ക്ലബ് ഓണർ തന്റെ ഗൺ എന്റെ കയ്യിലില്ല, കുറച്ച് സമയം വെയിറ്റ് ചെയ്യൂ, ഞാൻ എത്തിക്കാന്ന് പറയുക. ഇവിടെ ഹീറോ എല്ലാം തല്ലി തകർത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പുറകിൽ നിന്ന് ഒരാൾ അവന്റെ മണ്ടയ്ക്കടിച്ച് ബോധം കെടുത്തി വീഴ്ത്തും. ആ നേരത്താണ് പോലീസുകാരനൊരു കോള് വരുന്നത്, നമ്മുടെ അടിക്കാരന്റെ തല ആരോ അടിച്ചു പൊടിച്ചിട്ടുണ്ട്. പോലീസുകാർ ക്രൈം റിപ്പോർട്ട് അറിഞ്ഞിട്ട് എല്ലാവരും അവിടെ എത്തിയിട്ടുണ്ട്. നമ്മുടെ പോലീസിനും അങ്ങോട്ട് ചെല്ലണം. സോ ഇയാൾ സ്പോട്ടിലേക്ക് ചെല്ലുന്നു. അവർ ആ ബോഡി എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. ഫ്ലാറ്റ് ഓണർ നമ്മുടെ ഹീറോ ആണെന്ന് ഫോട്ടോയിലൂടെ പോലീസുകാരൻ മനസ്സിലാക്കും. അപ്പോഴാണ് പോലീസുകാരൻ ആലോചിക്കുക, ഹീറോയെ കയ്യിൽ ഗണ്ണോട് കൂടി ഇവൻ കണ്ടതല്ലേ, സോ അങ്ങനെയാണെങ്കിൽ ഇയാളുടെ തന്നെ ഗണ്ണായിരിക്കണം ഹീറോയുടെ കയ്യിൽ ഉണ്ടായിട്ടുണ്ടാവുക. കാരണം അടിയിട്ടി കിടക്കുന്നത് ക്ലബ്ബുകാരന്റെ അടിക്കാരനാണ്. ഈ നേരത്ത് നമ്മുടെ ജോൺ വിക്ക് ആ പൊളിറ്റീഷ്യനെ കൊല്ലാൻ വേണ്ടി ഒളിച്ചിരിപ്പുണ്ട്. അപ്പോഴാണ് പൊളിറ്റീഷ്യന്റെ അസിസ്റ്റന്റ് വരിക. പണം കിട്ടിയോടാന്ന് ചോദിക്കുമ്പോൾ നാളെ തരാൻ പറ്റുള്ളൂ എന്ന് പുള്ളിക്കാരൻ പറഞ്ഞു എന്ന് പറയുമ്പോൾ എല്ലാരെയും പോലെ ഇയാളും അസിസ്റ്റന്റിനെ പിടിച്ച് കുത്തുന്നുണ്ട്. പണം വാങ്ങിച്ചിട്ട് നീ ഇങ്ങോട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞ് അയാളെ പറഞ്ഞുവിടും. അയാൾ പോയി കഴിയുമ്പോൾ നമ്മുടെ ജോൺ വിക്ക് കറക്റ്റ് ഉന്നം നോക്കി കത്തി വലിച്ചെറിയാണ്. നേരെ അത് പൊന്തക്കാട്ടി ചെന്ന് വീഴുന്നുണ്ട്. ആ നേരം ഇവിടെ ബോധം കെട്ടുപോയ ഹീറോനെ ക്ലബ്ബുകാരൻ ഒരു സെല്ലിനകത്ത് പിടിച്ച് പൂട്ടിയിടും. അപ്പോഴാണ് അടിയും കൊണ്ട പൊളിറ്റീഷ്യന്റെ ആള് വരുന്ന അങ്ങോട്ട്. അയാൾ മഴുവെടുത്തിട്ട് ഞാൻ കൈയല്ല നിന്റെ തലയാണ് വെട്ടാൻ പോണെന്ന് പറയുമ്പോൾ ക്ലബ്ബുകാരൻ പറയും, സാറേ പണം കിട്ടിയിട്ടുണ്ട്, പക്ഷെ നനഞ്ഞിരിക്കുകയാണ്, അത് ഉണക്കാൻ കുറച്ച് സമയം വേണം, നാളെ റാലി സൈറ്റിലേക്ക് ഞാൻ എന്തായാലും കൊണ്ടുവരാം, ഇതാ നിൽക്കുന്നത് നിങ്ങളുടെ പണം, ഉറപ്പായിട്ട് ഇത് കൊണ്ടുവരാമെന്ന് പറഞ്ഞ് അയാൾ വാക്ക് കൊടുക്കും. ഈ നേരത്ത് പൊളിറ്റീഷ്യന്റെ പട്ടിയില്ലേ, അത് ജോൺ വിക്കിനെ കണ്ട് അയാളെ പിടിക്കാൻ വേണ്ടി ഓടി വരാണ്. തന്ത നിലത്തേക്ക് എടുത്ത് ചാടുമ്പോൾ ഒരു വെള്ളത്തി കൈ കൊണ്ടുപോയി വെക്കുന്നുണ്ട്. നല്ല മണമുണ്ട്. നോക്കുമ്പോൾ അടുത്തൊരു മൂത്രം ഒഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. ആ മൂത്രത്തിലാണ് ഇയാൾ കൈവച്ചത്. അവന്റെ തന്നെ ദേഹത്ത് കൊണ്ടുപോയി തുടച്ചിട്ട് ഇയാൾ വീട്ടിലേക്ക് തിരിച്ചു വരികയാണ്. വീട്ടിലേക്ക് വരുമ്പോഴാണ് അവിടെ നിറച്ചും പോലീസുകാർ നിൽക്കുന്നത് കാണാം. ഈ നേരം തന്നെ ക്ലബ്ബുകാരൻ
ക്ലബ്ബുകാരൻ കില്ലറെ വിളിച്ചിട്ട് താൻ എന്താടോ ഇനി ആളെ കൊല്ലാത്ത, ഞാനൊക്കെ പെട്ടുകിടക്കുകയാണ്, അയാൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാവരെയും കൊല്ലും എന്ന് പറയുമ്പോൾ കില്ലർ പറയും, കുറച്ച് സമയം കൂടിത്താ, ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ശല്യം ചെയ്യല്ലേ, ഞാൻ എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്, പിന്നെ നീ തന്ന ടൂളും എനിക്ക് കിട്ടിയിട്ടുണ്ടെന്ന് പറയും. ഇയാളിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് പോലീസുകാരൻ, അവിടെ ഉണ്ടായിരുന്ന പോലീസുകാരൻ ഇയാളെ ശ്രദ്ധിച്ചിട്ട് പുറകെ വന്ന് താൻ ആരാടോ എന്ന് ചോദിക്കുക. പെട്ടെന്ന് തോക്ക് ചൂണ്ടിയ കില്ലറുടെ തോക്ക് കണ്ട് ഹീറോയ്ക്ക് മനസ്സിലാവാതെ തന്റെ തോക്കാണെന്ന്. പക്ഷെ അവനെ കൊണ്ട് അനങ്ങാൻ പറ്റില്ലല്ലോ. തോക്കിന്റെ മുന്നേ അവൻ സ്റ്റക്കായി നിൽക്കവേ കില്ലർ ഹീറോയുടെ കയ്യിലുണ്ടായിരുന്ന ആ കളിത്തോക്കും കൂടി എടുത്തിട്ട് ഓടിക്കളയും. അത് കളിത്തോക്കാണെന്ന് അയാൾക്കറിയില്ല. എന്നാൽ പോലീസുകാരന് മനസ്സിലായി ഈ ക്ലബ്ബുകാരനാണ് ആ കില്ലറെ പറഞ്ഞു വിട്ടിരിക്കുന്നത്. ക്ലബ്ബുകാരൻ തോക്ക് കൊടുത്തിട്ടാണ് ആ കില്ലറെ പറഞ്ഞു വിട്ടിരിക്കുന്നത്. ഹീറോ ക്ലബ്ബുകാരനെ പിടിച്ച്, നീ എന്റെ തോക്ക് കൊടുത്ത് അവൻ എന്ത് ജോലി ചെയ്യാനാടാ പറഞ്ഞു വിട്ടിരിക്കണേ, അവനെ വിളിച്ചിങ്ങോട്ട് വരാൻ പറയുന്നു പറഞ്ഞ് ഭീഷണിപ്പെടുത്തുമ്പോൾ ഇയാൾ വിളിക്കുന്നുണ്ട്, എന്നാൽ കോള് പോകുന്നില്ല. മറ്റേ ആള് ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. കുറച്ചേരം വിളിക്കാതിരിക്കട്ടെ എന്നും പറഞ്ഞു കലിപ്പെടുത്ത ഹീറോ അവിടെയുള്ള സാധനങ്ങളൊക്കെ തല്ലിപ്പൊളിക്കും. ആ നേരം പൊളിറ്റീഷ്യന്റെ അടുത്ത് വന്ന് അസിസ്റ്റന്റ് പറയും, സർ റാലി സമയത്ത് അയാൾ പണം എത്തിക്കാന്ന് ഉറപ്പ് തന്നിട്ടുണ്ടെന്ന്. ഇവിടെ ഹീറോനെ സെല്ലിനകത്ത് പൂട്ടിയിട്ടിട്ട് പണവും കൊണ്ട് ക്ലബ്ബുകാരൻ ഇറങ്ങിപ്പോകും. ആ നേരത്താണ് പാവ അമ്മച്ചി ഹീറോയെ വീണ്ടും വീണ്ടും വിളിക്കുന്നു. അവൻ ഫോൺ എടുക്കുന്നില്ല. ഓപ്പറേഷന് സമയമായി. ഈ ക്ലബ്ബുകാരൻ പോയതിനു ശേഷം ഹീറോ മെല്ലെ കണ്ണു തുറന്ന് തന്റെ കയ്യിലെ കെട്ടഴിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി ഓടി വരുന്നുണ്ട്. അടുത്ത സീനിൽ റാലി, ഈ പൊളിറ്റീഷ്യന്റെ റാലി നടക്കുകയാണ്. അങ്ങോട്ടേക്ക് ഹീറോ വണ്ടി ഓടിച്ച് എത്തിക്കാണും. ആ നേരം തന്നെയാണ് ഈ ക്ലബ്ബുകാരനും പണബാഗുമായിട്ട് അങ്ങോട്ട് എത്തുന്നത്. നമ്മുടെ പോലീസുകാരനും അവിടെ ഉണ്ട്. പെട്ടെന്നാണ് ആൾക്കാരുടെ ഇടയെന്ന് കില്ലർ തോക്കെടുത്ത് ഒരൊറ്റ പൊട്ടിയിര് പൊളിറ്റീഷ്യന്റെ മണ്ടയ്ക്ക്. അയാൾ വീണു. എല്ലാവരും പരിഭ്രാന്തരായിട്ട് നിൽക്കുമ്പോൾ ഈ ഗ്യാപ്പിന് ഹീറോ ആ പണം എടുക്കാൻ വേണ്ടി മറ്റേ കാറിലേക്ക് ഓടും. പക്ഷെ ഇവിടെ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ പൊളിറ്റീഷ്യൻ ഒന്നും സംഭവിച്ചിട്ടില്ല. ഒരു വെടി കൊണ്ടിട്ടും അയാൾ വീണ്ടും എഴുന്നേറ്റ് കൈ കാണിക്കുന്നുണ്ട്. ഒന്നും പറ്റിയിട്ടില്ല എന്നും പറഞ്ഞ് നിൽക്കുകയാണ്. അങ്ങനെ വിടാൻ പാടില്ലല്ലോ. കില്ലർ വീണ്ടും ഓടി വന്നിട്ട് തോക്കും എടുത്ത് പൊട്ടേന്ന് പറഞ്ഞ് വെടിച്ച് കൊല്ലാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ കൗൺസിലർക്ക് മനസ്സിലാവുന്നില്ല ഇവൻ എന്നാ ചെയ്യണമെന്ന്. വെടി പൊട്ടുന്നുണ്ട്, എന്തോ ജീരകമുട്ടായി വന്ന് മുഖത്ത് അടിക്കുന്നുമുണ്ട്. എന്താ ഇപ്പോ ഇവിടെ എന്നാ സംഭവിക്കുന്നത്? സോ തന്റെ കയ്യിൽ തോക്കിന് എന്തോ ഒരു കുഴപ്പമാണെന്ന് മനസ്സിലാക്കിയിട്ട് രണ്ടാമത്തെ തോക്ക് അയാൾ എടുക്കുമ്പോഴേക്കും പോലീസുകാരൻ കില്ലറെ പിടിച്ചു കഴിഞ്ഞു. ആ നേരത്ത് ഹീറോ ബാഗുമായിട്ട് ഓടി അവൻ കാറും എടുത്ത് സ്ഥലം വിട്ടുപോയി. എന്നാൽ ഹീറോനെ വിടാൻ പാടില്ല. പോലീസുകാരൻ പുറകില് ആ ക്യാമ്പയിന്റെ ട്രക്കും എടുത്ത് വരുന്നുണ്ട്. ആ ട്രക്കിനകത്താണ് നമ്മുടെ എല്ലാ വില്ലന്മാരും. കുറെ ദൂരം ചെന്ന് ഹീറോയുടെ വണ്ടിക്ക് കുറുകെ അയാൾ ട്രക്ക് കൊണ്ടുവന്ന് നിർത്തും. ആ ബ്രേക്ക് അടിക്കുമ്പോൾ തന്നെ വില്ലന്മാരെല്ലാം നിലത്തേക്ക് തെറിച്ചടിച്ച് വീഴുന്നുണ്ട്. വണ്ടി അനക്കാൻ പറ്റാതാവുമ്പോൾ ഹീറോ ആ ബാഗ് എടുത്തിട്ട് ഓടുകയാണ്. എന്നാൽ പോലീസുകാരൻ ഹീറോയെ തോക്ക് കാണിച്ച് പിടിച്ചിട്ട്, നീ ആ ബാഗ് എനിക്ക് തരികയാണെങ്കിൽ നിനക്ക് കേസൊന്നും വരാതെ ഞാൻ നിന്നെ രക്ഷപ്പെടുത്താന്ന് പറയും. എന്നാൽ പോലീസുകാരൻ ആളത്ര വെടിപ്പെല്ലാം ഫ്രോഡാണെന്ന് ഹീറോയ്ക്ക് അറിയാം. അതിലും ഭേദം ഞാൻ ചാവുന്ന ആടാന്ന് പറഞ്ഞിട്ട് ഹീറോ ആ ബാഗും കൊണ്ട് വെള്ളത്തിലേക്ക് എടുത്ത് ചാടുകയാണ്. തനിക്ക് അവസാനം കിട്ടിയ പിടിവള്ളിയാണ് ആ ബാഗ്, പണവും. അത് വിട്ടുകൊടുക്കാൻ പാടില്ലല്ലോ. വെള്ളത്തിലേക്ക് ഇവൻ ചാടി പൊങ്ങാൻ നേരം മറ്റേ മീൻ പിടിക്കുന്ന ഡ്രഗ് ലോഡുമാരുടെ മുന്നിലാണ് ചെന്നുപെടുക. അവന്മാരും പാവം കൈ കൊടുത്ത് രക്ഷപ്പെടുത്താന്ന് പറഞ്ഞിട്ട് രക്ഷപ്പെടുത്തുന്നുണ്ട്. എന്നാൽ ഇവരെല്ലാരും തന്നെ പോലീസുകാരുടെ പിടിപ്പെടും, ഒരാളും വിടാതെ. ആദ്യമേ ഹീറോയെ പോലീസുകാർ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്, താൻ എന്തിനാ അങ്ങോട്ട് പോയെന്ന് ചോദിച്ചിട്ട്. അവിടെ പൊളിറ്റീഷ്യന്മാരൊരു ഇല്ലീഗൽ ഓപ്പറേഷൻ നടത്തുന്നുണ്ടെന്ന് കേട്ടു, അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് പോയെന്ന് പറയും ഹീറോ. അപ്പൊ അവനെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. പിന്നെ ഈ അസിസ്റ്റന്റ്, പൊളിറ്റീഷ്യന്റെ അസിസ്റ്റന്റ്, അയാൾ മഴ എന്തിനാ ഉപയോഗിക്കണം ചോദിക്കുമ്പോൾ സെക്യൂരിറ്റി റീസണ് വേണ്ടിയിട്ടാണ് പുള്ളി പറയും. അറ്റാക്ക് ചെയ്യാത്തോണ്ട് തന്നെ അയാളെയും കുറ്റപ്പെടുത്താൻ പറ്റില്ല. പിന്നെ പാവം വെള്ളമുണ്ടയും വെച്ചിട്ടുള്ള നമ്മുടെ ജോൺ വിക്ക്, പുള്ളിക്കാരൻ ഇതെങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതെന്ന് അറിഞ്ഞില്ല. എന്തായാലും ചെറിയ ചില കുറ്റത്തിന്റെ പേരിൽ പുള്ളി അറസ്റ്റിലാവുന്നുണ്ട്. അത് കഴിഞ്ഞ് ക്ലബ്ബുകാരനും കൗൺസിലറും, ഈ പണം എങ്ങനെയാണ് നിങ്ങളുടെ കയ്യിൽ വന്നത്, ഈ പണത്തിന്റെ സോഴ്സ് എന്താണ്, എന്തിനു വേണ്ടിയാണ് നിങ്ങൾ ഉപയോഗിക്കാനിരുന്നത്? അവര് പറയും ഇത് ഞങ്ങളുടെ പണയേ അല്ല എന്ന്. പിന്നെ ഇത് ആരുടെ പണമാണ്? ഇത് അവരുടെ പണമെന്ന് പറഞ്ഞാൽ അവർ പെട്ടില്ലേ, ഇല്ലീഗലായിട്ട് ക്യാമ്പയിൻ നടത്തുകയാണെന്ന് വരും. സോ ക്ലബ് ഓണർ എന്താ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പണം സത്യത്തിൽ ഇവന്റെ ആണെന്നും പറഞ്ഞ് ഹീറോയെ ചൂണ്ടിക്കാണിക്കും. പോലീസുകാർ ഇത് തന്റെ പണമാണെന്ന് ചോദിക്കുമ്പോൾ ഹീറോ അതെ ഇതെന്റെ പണം തന്നെയാണ്, ഞാനിത് ശേഖരിച്ച പണമെന്ന് പറയും. അപ്പൊ പോലീസുകാർ ഇതിന്റെ സോഴ്സ് എന്താണെന്ന് ചോദിക്കുമ്പോൾ ഇവൻ അമ്മയുടെ ഓപ്പറേഷന്റെ ഫോമും ഇവന്റെ കിഡ്നി ഡോണർ ചെയ്യാനുള്ള ഫോമും എടുത്ത് കാണിക്കും. കിഡ്നി വിൽക്കാൻ വേണ്ടി കിട്ടിയ അഡ്വാൻസ് പണമാണിത്. എന്റെ അമ്മയ്ക്ക് ഈ പണം എത്രയും പെട്ടെന്ന് കൊടുത്തില്ലെങ്കിൽ അവരുടെ ഓപ്പറേഷൻ നടക്കില്ല എന്ന് പറഞ്ഞ് അവൻ കരയാണ്. പ്രൂഫ് എല്ലാം കറക്റ്റാണ്. സോ അയാളെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. പോലീസുകാരൻ അവൻ പറയുന്നതെല്ലാം ശരിയാണ്, മേ ബി ആ പണം അവന്റെ തന്നെ ആയിരിക്കും, ഞാൻ ഹോസ്പിറ്റലിൽ വിളിച്ചിരുന്നു, അത് കൊടുത്ത് അവനെ പറഞ്ഞു വിടാന്ന് പറയും നമ്മുടെ പോലീസുകാരൻ്റെ അടുത്ത്. പോലീസുകാരനല്ലാന്നും പറയാൻ പറ്റില്ലല്ലോ. സോ ഇവരെല്ലാം ഇപ്പൊ കുറ്റവിമുക്തരായി എല്ലാവരെയും പറഞ്ഞു വിടുന്നു. എന്നാൽ ആ പണം ഇപ്പൊ ഹീറോയുടെ കയ്യിലായിരിക്കുമല്ലോ. ഇവരെല്ലാം മെല്ലെ തിരിഞ്ഞു നോക്കും, നീ എന്നാടാ ചെയ്യാൻ പോണേ എന്നുള്ള രീതിയിൽ. അപ്പൊ ഹീറോ ആണെങ്കിൽ ഈ പണം എങ്ങാനും എന്റെ കയ്യിൽ നിന്ന് തട്ടിപ്പറിക്കാൻ നോക്കിയാൽ ഞാൻ തിരിച്ചു പോയി പോലീസുകാരോട് എല്ലാം പറയും. പോട്ടെ, നിങ്ങളല്ലേ പറഞ്ഞു ഈ പണം എന്റെയാന്ന്, ഞാൻ പോയി പറയട്ടെ. പറഞ്ഞവര് പെട്ടില്ലേ, ശരി തൊലേ, ആ പണം കൊണ്ട് നീ പോയിക്കോ, അത് നിന്റെ പണം തന്നെയാ,
ഞങ്ങൾ നിന്നെ ശല്യപ്പെടുത്തില്ല എന്നും പറഞ്ഞു വിടുന്നുണ്ട് ഇവര്. പക്ഷെ പോലീസുകാരൻ ദൂരെ നിന്ന് ആ പണം സേഫായിട്ട് വെച്ചോടാ, അത് എവിടെയും പോകാതെ നോക്കണേ, ഒരുപാട് പേർക്ക് അതിന്റെ ആവശ്യം വരും എന്ന് ദൂരെ എന്ന് പറയുന്നുണ്ട്. ഹീറോ നടുവേരിൽ ഉയർത്തി കാണിക്കും. എന്തായാലും ഇവരൊന്നും ആ പണം വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്നുള്ളത് ഹീറോയ്ക്ക് മനസ്സിലായി. അവൻ ആദ്യമേ അമ്മയ്ക്ക് വേണ്ട ഓപ്പറേഷന്റെ ഫീസ് അടയ്ക്കും. അതൊരു കാര്യം നടന്നല്ലോ. എന്നിട്ട് അമ്മയെ ചെന്ന് കെട്ടിപ്പിടിക്കുകയാണ്. അമ്മ എന്താ പറ്റിയേ, നിന്റെ മുഖം എന്താ വല്ലാതിരിക്കണം ചോദിക്കുമ്പോൾ ഞാൻ സ്റ്റെപ്പിൽ നിന്ന് വീണാന്ന് അവൻ പറയും. രണ്ടുപേരും ഒരുമിച്ച് ചെന്ന് ഭക്ഷണം കഴിക്കുന്നു. അത് കഴിഞ്ഞ് അമ്മയുടെ ഓപ്പറേഷൻ. ഈ മണ്ടയ്ക്കും മൂന്തയ്ക്കും അടി കിട്ടിയില്ലേ, ആ അടിക്കാരൻ ക്ലബ്ബുകാരൻ, അയാൾ മരിച്ചിട്ടൊന്നുമില്ല ഭാഗ്യത്തിന്. മൊത്തം സ്റ്റിച്ചിട്ട് അതേ ഹോസ്പിറ്റലിൽ കിടപ്പുണ്ട്. അമ്മയുടെ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞു, അമ്മ സേഫാണ്. ഇപ്പൊ ഹീറോ അവന്റെ ചികിത്സയിലായിരിക്കും. ആ സമയത്ത് അവൻ ആ പണമുള്ള ബാഗ് ഹോസ്പിറ്റലിലെ കബോർഡിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്, ആർക്കും കിട്ടാതിരിക്കാനുള്ള രീതിയിൽ. എന്നാൽ ഹീറോ പുറത്തു പോകുന്ന സമയം നോക്കി ഹോസ്പിറ്റലിലേക്ക് വന്ന പോലീസുകാരൻ ആ ബാഗ് കൊടുത്ത് മെല്ലെ അവിടെ നിന്ന് എസ്കേപ്പ് ആകും. ഹീറോ തിരിച്ചു വരുമ്പോൾ ആ ബാഗ് കാണാനില്ല. സന്തോഷത്തോടെ സ്റ്റൈലായിട്ട് പോകുന്ന പോലീസുകാരന് പെട്ടെന്ന് ചെറിയ സംശയം തോന്നി. അയാള് ബാഗ് തുറന്ന് നോക്കുമ്പോഴാണ് ഹീറോ പറ്റിച്ച പണി മനസ്സിലാവുക. അതിൻ്റെ അകത്ത് മരുന്ന് കുപ്പികളെ കിടക്കുന്നുണ്ടാവുള്ളൂ, പണമില്ല. പണം നമ്മുടെ ആള് ചെറിയ മരുന്ന് കുപ്പിയുടെ പെട്ടിയിലാക്കി വെച്ചിരിക്കുകയായിരുന്നു. മെല്ലെ അവൻ അതെടുത്തിട്ട് ഓടി രക്ഷപ്പെടാൻ നോക്കുകയാണ്. എന്നാൽ പോലീസുകാരൻ വിട്ടില്ല, പുറകെ തന്നെ ഓടി വരുന്നു. ഓടുന്നവര് ഹോസ്പിറ്റലിൽ മൊത്തം ഓടുന്നുണ്ട്. അവസാനം വരെയും ഹീറോ കൊടുക്കാതെ ഹോസ്പിറ്റലിന് വെളിയിലേക്ക് ഓടി വരുമ്പോഴാണ് പെട്ടെന്ന് അവനെ കാണാനില്ല. സംഭവം ഡ്രെയിനേജിനകത്ത് അവൻ വീണുപോയി. ഈ ഓട്ടം അവസാനിച്ചില്ലടാ, എനിക്കൊരു ബ്രേക്ക് താടോ എന്നവൻ വിളിച്ച് കൂവുന്നുണ്ട്. അവിടെ വെച്ച് സ്നാച്ചപ്പ് എന്ന സിനിമ അവസാനിക്കുന്നു. സോ ഗൈസ്, എങ്ങനെയുണ്ട് സിനിമ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം കമന്റിലൂടെ രേഖപ്പെടുത്തൂ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതിയ കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒരിക്കലും മറക്കരുത്. അടുത്തൊരു അടിപൊളി സിനിമയായിട്ട് വീണ്ടും കാണുന്നത് വരെ, until then, it's bye from ഒരു കഥ.